മനസ്സ് നിറയെ ആകുലതകളുമായിട്ടാണ് നീ ഇന്നുണർന്നിരിക്കുന്നത് എന്നെനിക്കറിയാം. ഇന്നലെ നടന്ന കാര്യങ്ങളും ഇന്ന് നീ നേരിടാൻ പോകുന്ന വെല്ലുവിളികളും നിന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ടാകാം. പക്ഷേ ഒന്ന് കണ്ണടച്ച് എൻ്റെ കൈകൾ നിന്റെ ശിരസിലുണ്ടെന്ന് സങ്കല്പിക്കൂ. ഒരു നിമിഷം ആശ്വാസത്തിൻ്റെ ആ തണുപ്പ് നീ അനുഭവിക്കൂ. ലോകം നിന്നെ എങ്ങനെ കണ്ടാലും എനിക്ക് നീ എന്നും പ്രിയപ്പെട്ടവനാണ്. ഇന്ന് നീ പോകുന്ന ഓരോ ഇടത്തും നിനക്ക് മുൻപിൽ ഞാൻ നടക്കുന്നുണ്ടാകും. ഇന്ന് നീ കണ്ണു തുറന്നത് വെറുമൊരു യാദൃശ്ചികതയല്ല. ഇന്നത്തെ പുലരി നിനക്കായി ഞാൻ കരുതി വച്ചതാണ്. നീ അനുഭവിക്കുന്ന വേദനകൾ, നിന്റെ ഉള്ളിലെ ആരും കാണാത്ത കണ്ണുനീർ, നിന്റെ ഭാരങ്ങൾ എല്ലാം എനിക്കറിയാം. ലോകം നിന്നെ തളർത്തിയേക്കാം. പക്ഷേ ഓർക്കുക, നീ ഒറ്റയ്ക്കല്ല. ഈ നിമിഷം മുതൽ നിന്റെ ഓരോ ചുവടിലും കാവലായി ഞാനുണ്ട്. ഈ ദിവസം നിനക്കുള്ളതാണ്. ധൈര്യമായിരിക്കൂ. നിന്റെ സാരഥിയായി ഞാൻ കൂടെയുണ്ട്. എന്തിനാണ് നീ ഇത്രയധികം ചിന്തിച്ചു കൂട്ടുന്നത്? നീ ഒറ്റയ്ക്ക് എല്ലാം ചുമക്കണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? നിന്റെ കുഞ്ഞു സങ്കടങ്ങളും വലിയ ആശങ്കകളും എല്ലാം എൻ്റെ അടുത്ത് പറയൂ. മറ്റുള്ളവർക്ക് നിന്റെ മൗനം മനസ്സിലായില്ലെങ്കിലും എനിക്ക് നിന്റെ ഉള്ളിലെ വിങ്ങലുകൾ മനസ്സിലാകും. നീ തളർന്നു എന്ന് തോന്നുമ്പോൾ, നിന്റെ ശ്വാസം പോലും നിനക്ക് ഭാരമായി മാറുമ്പോൾ എന്നെ പതുക്കെയൊന്ന് വിളിക്കൂ. കൃഷ്ണ. ആ വിളി കേൾക്കാൻ ഞാൻ എപ്പോഴും നിന്റെ അരികിലുണ്ട്. പലപ്പോഴും നീ ചോദിക്കാറില്ലേ, കൃഷ്ണ, എന്തിനാണ് എനിക്ക് മാത്രം ഇത്രയധികം പരീക്ഷണങ്ങളെന്ന്? നിന്റെ തളർച്ചയും നിന്റെ ആത്മവിശ്വാസമില്ലായ്മയും ഒക്കെ ഞാൻ കാണുന്നുണ്ട്. പക്ഷേ കൊടുങ്കാറ്റുകൾ ഉണ്ടാകുന്നത് നിന്നെ തകർക്കാനല്ല, നിന്റെ ഉള്ളിലെ കരുത്തിനെ ഉണർത്താനാണ്. ഇന്നു നീ നിന്റെ പണിസ്ഥലത്തേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ വീട്ടിലെ നിന്റെ ഇന്നത്തെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുമ്പോൾ, അത് എനിക്ക് വേണ്ടിയാണ് നീ ചെയ്യുന്നതെന്ന് കരുതുക. ഇന്ന് നീ ജോലി ചെയ്യുമ്പോൾ അത് എനിക്കുള്ള ആരാധനയായി കരുതുക. നിന്റെ കടമകൾ നീ ചെയ്യൂ. അതിൻ്റെ ഭാരം ഞാൻ ഏറ്റെടുക്കാം. ജോലിസ്ഥലത്തെ സമ്മർദ്ദങ്ങൾക്കിടയിൽ നിന്റെ മനസ്സ് തളരുമ്പോൾ ഒന്ന് കണ്ണടച്ച് ദീർഘനിശ്വാസമെടുക്കുക. ഞാൻ നിന്റെ അരികിലുണ്ടെന്ന് സങ്കല്പിക്കുക. ജീവിതം ഒരു പ്രവാഹമാണ്. ചിലപ്പോൾ അത് ശാന്തമായിരിക്കും, ചിലപ്പോൾ തിരമാലകളുണ്ടാകും. ഭഗവത്ഗീതയിൽ ഞാൻ നിന്നോട് പറഞ്ഞത് ഓർമ്മയില്ലേ? മയി സർവമിതം ക്രോധം സൂത്രേ മണിഗണായിവ. നൂലിൽ കോർത്ത മുത്തുകൾ പോലെ ഈ ലോകം മുഴുവൻ എന്നാൽ കോർക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നിന്റെ ജീവിതത്തിൻ്റെ നൂലും എൻ്റെ കൈകളിലല്ലേ? എല്ലാം ശുഭമായി അവസാനിക്കും. നീ പരാജയപ്പെട്ടു എന്ന് ലോകം വിധി എഴുതിയാലും എനിക്ക് നിന്നെക്കുറിച്ച് വലിയ പദ്ധതികളുണ്ട്. താൽക്കാലികമായ തിരിച്ചടികൾ കണ്ട് നീ നിന്റെ മുഖത്തെ പുഞ്ചിരി കളയരുത്. പണം കുറവാണെന്നോ ജീവിതം പരാജയമാണെന്നോ തോന്നുമ്പോൾ ഓർക്കുക, ഈ പ്രപഞ്ചത്തെ മുഴുവൻ പരിപാലിക്കുന്ന ഞാൻ
നിന്നെ പട്ടിണിക്കിടില്ല. വിജയവും പരാജയവും എൻ്റെ കൈകളിലാണ്. അത് തീരുമാനിക്കുന്നത് ഞാനാണ്. നീ വെറും നിമിത്തം മാത്രമാണ്. ഭാരങ്ങളെല്ലാം എൻ്റെ തോളിൽ വച്ച് നീ പുഞ്ചിരിയോടെ നിന്റെ വഴിയിൽ നടക്കുക. നീ വിശ്വസിച്ചവർ ഒരുപക്ഷെ നിന്നെ കൈവിട്ടേക്കാം. പക്ഷേ നിന്നെ സൃഷ്ടിച്ച ഞാൻ നിന്നെ ഒരിക്കലും കൈവിടില്ല. നീ ഒറ്റയ്ക്കല്ല. നിന്റെ പരിശ്രമങ്ങൾ ഞാൻ കാണുന്നുണ്ട്. നീ ക്ഷീണിച്ചാലും നിന്റെ ഹൃദയത്തിലെ സത്യസന്ധത ഞാൻ ഒരിക്കലും കാണാതെ പോകില്ല. ഭാവിയെക്കുറിച്ചുള്ള ആകുലതയല്ല, ഈ നിമിഷത്തിലുള്ള നിന്റെ വിശ്വാസമാണ് നിന്റെ വിജയം. യുദ്ധം നിന്റേതാണ്, പക്ഷേ നിനക്ക് വേണ്ടി പോരാടുന്നത് ഞാനാണ്. ഇനി ധൈര്യമായി നീ പോകൂ. ഈ ദിവസം നിന്റേതാണ്. നിന്റെ വാക്കുകളിലും പ്രവൃത്തികളിലും സ്നേഹവും സത്യവും നിറയട്ടെ. നിനക്ക് തളർച്ച തോന്നുമ്പോൾ ഈ വാക്കുകൾ വീണ്ടും കേൾക്കുക. ഞാൻ നിന്റെ നിഴലായി കൂടെയുണ്ടാകും. ആരെങ്കിലും നിന്നെ വിഷമിപ്പിച്ചാൽ അത് സാരമാക്കേണ്ട. ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ. വഴിയിൽ തടസ്സങ്ങൾ കണ്ടാൽ ഭയപ്പെടരുത്. അത് നീക്കാനുള്ള ശക്തി ഞാൻ നിനക്ക് നൽകും. നിന്റെ ഓരോ ശ്വാസത്തിലും നിന്റെ ഓരോ സ്പന്ദനത്തിലും ഞാനുണ്ട്. കണ്ടു തുറന്നു നോക്കൂ. പ്രകൃതിയുടെ ഈ ഭംഗിയിൽ, പക്ഷികളുടെ പാട്ടിൽ, വീശുന്ന ഇളം കാറ്റിൽ എല്ലാം ഞാൻ നിന്നെ തൊട്ടു തലോടുകയാണ്. ഇനി ആ ഭാരമെല്ലാം താഴെ വയ്ക്കൂ. നിന്റെ മുഖത്ത് ഒരു ചെറിയ പുഞ്ചിരി വിരിയട്ടെ. ആത്മവിശ്വാസത്തോടെ നീ ചുവടുകൾ വയ്ക്കുക. നിന്റെ വിജയവും നിന്റെ സമാധാനവും എൻ്റെ ഉത്തരവാദിത്തമാണ്. ധൈര്യമായിരിക്കൂ. നീ എൻ്റെ കൂടെയല്ല, ഞാൻ നിന്റെ കൂടെയാണ്. ഇത് ഒരു പുതിയ ദിവസമാണ്. പുതിയ പ്രതീക്ഷകളുടെ പുതിയ ദിവസം. ഈ സംഭാഷണം നിന്റെ ഉള്ളിലൊരു തണുപ്പായി മാറിയെങ്കിൽ അത് എൻ്റെ അനുഗ്രഹമാണ്.